സാറേ, വെൽക്കം ബാക്ക്. ഓക്കെ, നമ്മളുടെ ഫോൺ സംഭാഷണത്തിൽ നിന്നുള്ള ഒരു സബ്ജക്റ്റ് ബേസ് ചെയ്തിട്ട് ഞാൻ ചോദിക്കുകയാണ്. എൻ്റെ ഒരു റോൾ മോഡൽ എന്ന് പറയുന്നത്, വൺ ഓഫ് ദി റോൾ മോഡൽ ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. അപ്പോൾ ശ്രീകൃഷ്ണൻ ഒരു യാദവ കുലത്തിൽ ഒരു സാധാരണക്കാരനായിട്ട് ജനിച്ചു. അവിടുന്ന് 64 കലകളും ഒക്കെ അഭ്യസിച്ച് 64 കലകളുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിനു. എന്നിട്ടൊരു പൂർണ്ണ പുരുഷൻ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ട് അവിടുന്ന് ഒരു ക്ഷത്രിയനായിട്ട് മാറി കുരുക്ഷേത്ര യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത് പിന്നൊരു പൂർണ്ണ യോഗിയായിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പം ഒരു പെർഫെക്റ്റ് റോൾ മോഡൽ എന്നൊക്കെ വേണേൽ പറയാവുന്ന ഒരു ഒരു ക്യാരക്ടറാണ്. അപ്പോൾ സാറ് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഫോണിലൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ഗർഗ സംഹിതയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബ്രാഹ്മൺ കുലത്തിൽ ജനിക്കുന്ന ഒരാൾ ബ്രാഹ്മണനായിട്ട് മുദ്ര കുത്തപ്പെടുകയാണ്. അപ്പൊ ഈ ശ്രീകൃഷ്ണൻ അങ്ങനെയുള്ള നമ്മുടെ പൗരാണിക് ഒരു കൺസെപ്റ്റ് വെച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആർജിച്ചെടുക്കുമായിരുന്നു. ശ്രീകൃഷ്ണൻ പൂർണ്ണ പുരുഷൻ എന്നുള്ള പദവി ആർജിച്ചെടുക്കുമായിരുന്നു ഒരു യാദവ കുലത്തിൽ ജനിച്ചിട്ട്. അതുപോലെ തന്നെ ബ്രാഹ്മൺ എന്നുള്ള ഒരു പദവി ആർജിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പൂർണ്ണ പുരുഷൻ ആർജിച്ചെടുക്കുക, ആചാര്യൻ, പണ്ഡിറ്റ്, ഇതെല്ലാം നമ്മൾ ഓൺ ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു. അപ്പൊ ഗർഗ സംഹിതയെ ബേസ് ചെയ്തിട്ട് സാറ് ഇതൊക്കെ ഒന്ന് പറഞ്ഞു പോവാം. ശ്രമിക്കാം. ഗർഗ സംഹിത ഗർഗ മഹർഷി എഴുതിയതാണ്. അപ്പോ ഗർഗ മഹർഷിയെ പറ്റി രണ്ട് വാചകം പറയാതിരിക്കാൻ പറ്റില്ല. ഗർഗ മഹർഷി യാദവ കുലത്തിന്റെ കുലഗുരുവാണ്. മാത്രമല്ല, ശ്രീകൃഷ്ണന്റെ ജാതകം എഴുതിയത് ഗർഗ മഹർഷിയാണ്. ആ ഗർഗ മഹർഷിയാണ് ഗർഗ സംഹിത എഴുതിയിരിക്കുന്നത്. അപ്പോ നമുക്ക് വിശ്വസിക്കാവുന്ന ഏറ്റവും വിശ്വസിക്കാവുന്ന ഏറ്റവും ശ്രീകൃഷ്ണനെ സംബന്ധിച്ച ഒരു പുസ്തകം ഗർഗ സംഹിതയാണ് മറ്റേത് പുസ്തകത്തെക്കാൾ. അതിനെ നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് ഓരോന്നായിട്ട് പറയാൻ പറ്റില്ലെങ്കിലും നമുക്കതിനെ ഡിവൈഡ് ചെയ്താൽ ഒരു വെറും യാദവനായി ജനിച്ച്, ഒരു ശൂദ്രനായി ജനിച്ച്, അല്ലെ ശൂദ്രനും താഴെയായിട്ട് ജനിച്ച് അവിടുന്ന് വളർന്ന് ശൂദ്രനായി, കന്നാലി ചെറുക്കനായി, കന്നാലിയെ മേയിച്ച് നടന്ന ബാലനായിരുന്നു. അപ്പോ ഒരു യാദവ ബാലൻ എന്ന് പറയുമ്പോ നമുക്ക് ചിന്തിക്കാവുന്നത് ഒരു 4 തരത്തിലുള്ള മനുഷ്യനെ തിരിച്ചിരുന്ന കാലത്ത്, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ആ ശൂദ്രനും താഴെയായിരുന്നു കൃഷ്ണന്റെ ജന്മം. ആ ശൂദ്രനും താഴെയാണ് ഇന്നും യാദവരുടെ സ്ഥിതി. 4 വർണ്ണത്തിനും പുറത്താണ് യാദവരുടെ സ്ഥിതി. അവിടുന്ന് വെറും കന്നാലിയെ തീറ്റുകാരനായി ഒരു ശൂദ്രനായി മാറി അവിടുന്ന് ഒരു എടുത്തുചാടി രാജാവിനെ കൊന്ന ശേഷം, അഥവാ കംസനെ കൊന്ന ശേഷം രാജാവാകാൻ നിൽക്കാതെ കണ്ട് അദ്ദേഹം ദ്വാരകയ്ക്ക് പോവുകയാണ് ചെയ്തത്. ദ്വാരകയ്ക്ക് പോയി അവിടെ കുറെ സ്ഥലങ്ങളൊക്കെ അദ്ദേഹം കൈവശപ്പെടുത്തി. അവിടെ ഒരു കൊട്ടാരമൊക്കെ ഉണ്ടാക്കി പത്തിമാരും ഒക്കെ ആയിട്ട് ജീവിച്ച് അവിടുന്ന് അദ്ദേഹം പിന്നെ വൈശ്യനാകുക ചെയ്തു. അപ്പോ ഈ പുസ്തകം, ഞാൻ ഈ പറഞ്ഞ ഗർഗസംഹിത വായിച്ചാല് നമ്മള് മറ്റു പുസ്തകങ്ങളിൽ കാണാത്ത ഒരു കാര്യം അതിലുണ്ട്. എന്താന്ന് ചോദിച്ചാൽ, ശ്രീകൃഷ്ണൻ വലിയ കച്ചവടക്കാരനായിരുന്നു. അതായത് ഇന്നത്തെ യൂറോപ്പ്, പശ്ചിമേഷ്യ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളെല്ലാം കീഴടക്കി അവിടെ കച്ചവടം നടത്തിയ, കപ്പൽ മാർഗം കച്ചവടം നടത്തിയ ഒരു വലിയ വൈശ്യനായിരുന്നു ശ്രീകൃഷ്ണൻ എന്നുള്ള കാര്യം നമ്മൾ ആരും പലപ്പോഴും ഓർക്കാറില്ല. ദ്വാരക അതിന്റെ ഒരു പോർട്ടായിരുന്നു, അതെ, അതിന്റെ ഒരു പോർട്ടായിരുന്നു ദ്വാരക. അപ്പൊ ഇങ്ങനെ വൈശ്യനായി, അത് കഴിഞ്ഞിട്ട് ക്ഷത്രിയനായി അദ്ദേഹം രാജ്യം ഭരിച്ചു. ഈ യൂറോപ്പ് ഉൾപ്പെടുന്ന രാജ്യം
ലോകത്തിന്റെ പല ഭാഗങ്ങളും അദ്ദേഹം ഭരിച്ച ഭാഗങ്ങളാണ്. അദ്ദേഹത്തിന്റെ സാമന്തന്മാരെ അയച്ച് പല രാജ്യങ്ങളും അദ്ദേഹം ഭരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ക്ഷത്രിയനായി. അവിടുന്ന് അദ്ദേഹം ഒരു ജ്ഞാനിയായ ബ്രാഹ്മണനായി മാറുകയായിരുന്നു. ജ്ഞാനിയായ ബ്രാഹ്മണനായി മാറി ബ്രഹ്മം എന്താണെന്നറിഞ്ഞു. ബ്രഹ്മത്തിൽ അദ്ദേഹം അവസാന കാലത്ത് വിലയം പ്രാപിക്കാൻ വേണ്ട എല്ലാ യോഗ്യതയും നേടിയ 4 വർണ്ണങ്ങളും ഒരാൾ തന്നെ തരണം ചെയ്യണം എന്ന് പഠിപ്പിച്ച ഒരു മനുഷ്യനാണ്, അല്ലെ ഒരു ദേവനാണ് കൃഷ്ണൻ, ശ്രീകൃഷ്ണൻ. അത് വേറെ ഒരാളെ, മറ്റൊരു കഥാപാത്രത്തെ ഇതിനോട് സാമ്യപ്പെടുത്താനുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് കൃഷ്ണൻ തന്നെയാണ് നമ്മുടെ റോൾ മോഡൽ. കൃഷ്ണൻ തന്നെയാണ് നമ്മളുടെ റോൾ മോഡൽ. സ്വയമായിട്ട് പണിയെടുത്ത് സ്വയമായിട്ട് വർക്ക് ചെയ്ത് രാജ്യം വരെ കീഴടക്കാം, കച്ചവടം ചെയ്യാം, എന്തും ചെയ്ത് നമുക്ക് ആരുമാകാം, ഏതുമാകാം. ചാതുർവർണ്ണം നമുക്കൊരു തടസ്സവുമല്ല. ആർക്കും ഏതുമായി തീരാനുള്ള അവസ്ഥ നമ്മുടെ മുമ്പിൽ കൃഷ്ണന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാറേ, ഏറ്റവും വലിയ ഒരു യോഗിയും കൂടെ ആയിരുന്നു കൃഷ്ണൻ. കൃഷ്ണനാണല്ലേ, അത് ഗീതയിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ഗീതയിലാണെന്ന് തോന്നുന്നു. യോഗികളിൽ ഏറ്റവും വലുത് കൃഷ്ണനാണെന്ന് പറയുന്നുണ്ട്. ആ ശ്ലോകം ഞാൻ ഇപ്പൊ തൽക്കാലം വിട്ടുപോയി. ഏറ്റവും വലിയ യോഗികളിൽ ഏറ്റവും അഗ്രഗണ്യൻ കൃഷ്ണനാണ്. കൃഷ്ണനുമേ അപ്പുറം ഒരു യോഗി ഇല്ല. അതാ ബ്രാഹ്മണാവസ്ഥ എന്ന് ഞാൻ പറഞ്ഞത് അത് തന്നെയാണ്. യോഗത്തിൽ അങ്ങേ അറ്റമെത്തി. സാറേ, ഈ മഹർഷി കഴിഞ്ഞിട്ട് വേറെ ഏതെല്ലാം ഗുരുക്കന്മാരായിരുന്നു കൃഷ്ണന്റെ ലൈഫിൽ? വേറെ എന്തോ ഇത് സാന്ദീപനി മഹർഷി ഉണ്ടായിരുന്നു. സാന്ദീപനും ഗർഗനും മാത്രമേ അദ്ദേഹത്തിന്റെ 2 ഗുരുക്കന്മാരായിട്ട് നമ്മൾ പുസ്തകങ്ങളിൽ വായിച്ചു കാണുന്നുള്ളൂ. വേറെയും കാണുമായിരിക്കാം. അസ്ത്രവിദ്യ പഠിപ്പിച്ചത് ആരാന്ന് നമുക്കറിയില്ല. പിന്നെ പല ആയോധന വിദ്യകളും അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. അതെല്ലാം എങ്ങനെ പഠിച്ചു എന്നറിയില്ല. വേദങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. നമ്മൾക്ക് ഒരു ഹിന്ദു ആയാലും ആരായാലും നമ്മൾക്ക് റോൾ മോഡലായിട്ട് ഉള്ള ഒരു ആള് കൃഷ്ണൻ തന്നെയാണ്, ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ്. ഏത് തരം യോഗ മാർഗങ്ങളാണ് കൃഷ്ണന്റെ? അതിനെ പറ്റി വല്ലോ ഇതുണ്ടോ? ഈ ഗർഗസംഹിത കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ഡീകോഡ് ചെയ്ത് പറയാൻ പറ്റുമോ സാറിന്? ഞാനിപ്പോ അത് വായിച്ചിട്ട് 10, 20, 25 വർഷങ്ങളായി. അതിനകത്തുനിന്ന് ഞാനിപ്പോ ഓർക്കാനായിട്ട് പ്രധാനമായിട്ടും അദ്ദേഹത്തിന്റെ മറ്റ് പുസ്തകങ്ങളിൽ നിന്ന് വ്യത്യാസപ്പെടുത്തിയുള്ളത് അദ്ദേഹത്തിന്റെ കച്ചവട സ്വഭാവമാണ്. അതായത് മറ്റ് യൂറോപ്പ്, പശ്ചിമേഷ്യ തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളിൽ അദ്ദേഹം കപ്പലയച്ച് കച്ചവടം ചെയ്തു എന്ന് ഗർഗസംഹിതയിൽ മാത്രമേ പറഞ്ഞു കാണുന്നുള്ളൂ. അതുപോലെ സാമന്തന്മാരെ അയച്ച് രാജ്യം ഭരിപ്പിച്ചുവെന്നും ഗർഗസംഹിതയിലെ കാണുന്നു. പിന്നെന്തൊക്കെയാണ് സാറ് കൃഷ്ണന്റെ ആ ഒരു ലൈഫ് പാത്ത്? കൃഷ്ണന്റെ ഒരു ലൈഫ് എന്ന് മാത്രമല്ല, കൃഷ്ണന്റെ അവസാനത്തിൽ ബ്രാഹ്മണനായി എന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ ജ്ഞാനത്തിന്റെ ഏറ്റവും മൂർത്തിമത് ഭാവമായ ബോധം പരമബോധത്തിൽ ലയിപ്പിച്ച ഇതുവരെ ഉണ്ടായിട്ടുള്ള ഒരേ ഒരാളെ ഉള്ളൂ, അത് കൃഷ്ണനാണ്. അതുകൊണ്ടാണ് ഈ 6ാം ഭാവത്തിൽ കൃഷ്ണൻ പോയി എന്ന് പറയുന്നത്, അല്ലേ? 6 കടന്നുപോയി, 6 പടിയും കടന്നു എന്ന് പറയുന്നത്. കൃഷ്ണന് ആ ആലിൽ ചാരി ഇരിക്കുമ്പോ തന്നെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ബോധത്തിന്റെ എല്ലാ നിലകളും കൈവരികയും പരമബോധത്തിലേക്ക് പോകുന്നതിന് മുമ്പുണ്ടായ വെപ്രാളവും അവിടുന്ന് ഓടി അപ്പോഴത്തേക്ക് വിഷം ശരീരത്തിൽ വ്യാപിക്കുകയും മരണത്തിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്തത്. അമ്പിൽ നിന്നുള്ള വിഷമാണോ ഉദ്ദേശിക്കുന്നത്? കാലിൽ പെട്ടിട്ട് അദ്ദേഹം അവിടെ യഥാർത്ഥത്തില് അദ്ദേഹം ക്ഷീണിച്ചു കിടക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ക്ഷീണിച്ചല്ല, അദ്ദേഹം അവിടെ ചാരി ഇരുന്നു കൊണ്ട് യോഗ ശീലിക്കുകയായിരുന്നു. തനിക്ക് കാലമെടുത്തു. അപ്പോൾ തന്റെ ആത്മാവിനെ പരമാത്മാവിൽ ലയിപ്പിക്കാനുള്ള വിദ്യ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അബദ്ധവശാൽ ഒരു അമ്പ് കാലേ കൊള്ളുന്നു, അമ്പയുന്നു. അപ്പോ അത് അദ്ദേഹം ആ അമ്പുമായിട്ട് അദ്ദേഹം വേദനയെടുത്തിട്ട് ഓടി എന്നുള്ള പറയുന്ന ഗീതാമന്ദിരം എന്ന് പറയുന്ന ആ ഭാഗത്ത് വന്നപ്പോഴത്തേക്ക് അദ്ദേഹം വീണു. അവിടെ തന്നെ കിടന്നുകൊണ്ട് തന്നെ അദ്ദേഹം യോഗ കൊണ്ട്
ജീവാത്മാവിനെ, അദ്ദേഹത്തിന്റെ ആത്മാവിനെ പരമാത്മാവിൽ ലയിപ്പിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ ഞാനിത് പറയുമ്പോൾ എനിക്ക് ആ അനുഭവം ഒരിക്കലുണ്ടായി. ആ ഉണ്ടായപ്പോൾ ഇത് ആർക്കുണ്ടായതാണ് എന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ അത് കൃഷ്ണന്റെ കോൺഷ്യസ്നെസ് ആണ് ഉണ്ടായത് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ കൃഷ്ണന് മാത്രമേ അതിന് മുമ്പ് ആ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ എന്റെ ചോദ്യത്തിലേക്ക് വരുവാണ് സാറേ, ഈ ആറ് ഘട്ടം കടന്നവനാണ് കൃഷ്ണൻ എന്ന് പറയുന്നു. അതിനെന്തെങ്കിലും ഒരു ക്ലാരിറ്റി ഉണ്ടോ? എന്താണ് ഈ 6? എന്നോട് ഇങ്ങനെ ഒരു സിദ്ധനും പറഞ്ഞിട്ടുണ്ട്, അതായത് ശിവൻ 9-ലാണ്, കൃഷ്ണൻ 6-ലാണ് എന്നൊക്കെ ഇങ്ങനെ ഒരു നമ്പർ വെച്ച് പറയുന്നുണ്ട്. അത് എന്തുവാണ്? ഈ 3, 6, 9 എന്ന് പറയുന്നത് ഏതോ ഒരു മാജിക്കൽ നമ്പറാണ്. പക്ഷെ അത് ടെസ്ല നമ്പരാണ്. അത് കൃഷ്ണനും ശിവനുമായിട്ട് ബന്ധപ്പെടുത്താൻ എനിക്കറിയില്ല. നമ്മളുടെ ഒരു ശ്ലോകത്തിലുണ്ട് 16 കടന്നാൽ കൃഷ്ണനെ കാണാവുന്നോ, ദൈവത്തിനെ കാണാവുന്നോ ഒക്കെ പറയാം. 16 കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാവും ശിവശംഭു. പടി 6 പടിയാണ്. അത് ഷടാധാരങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. പടി 6 കടന്ന് അവിടെ ചെല്ലുമ്പോൾ സഹസ്രാരത്തിൽ വെച്ച് ശിവനെ കാണാവും. ശിവനെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. പടി 6 കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാവും ശിവശംഭു എന്നാവും. ശിവനെ പറ്റിയാണ് പറയുന്നല്ലേ? ശിവനെ പറ്റിയാണ്. പടി 6 അവിടെ ഉദ്ദേശിക്കുന്നത് ഷടാധാരങ്ങളാണ്. മൂലാധാരം മുതൽ മേപ്പോട്ടുള്ള 6 ആധാരം കഴിഞ്ഞ് സഹസ്രാരത്തിൽ എത്തുമ്പോൾ ആത്മലിംഗം കാണാൻ പറ്റുമെന്നാണ് അവിടെ പറഞ്ഞത്.